പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. നമ്മളെല്ലാവരും പുതുവർഷത്തെ വരവേൽക്കാനായി കാത്തിരിക്കുകയാണല്ലോ. 2024 വിട പറയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമല്ലേയുള്ളൂ. വിശാഖപട്ടണത്തെ മലയാളി സംഘടനയായ കൈരളി ആർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച ക്രിസ്തുമസ് ന്യൂ ഇയർ സെലിബ്രേഷൻസ് ഇക്കഴിഞ്ഞ ഞായറാഴ്ച, അതായത് 2024 ഡിസംബർ 29 വൈകുന്നേരം 6 മണി മുതൽ ആരംഭിക്കുകയുണ്ടായി. പബ്ലിക് മീറ്റിംഗിന് ശേഷം കലാപരിപാടികളും മാജിക് ഷോയും ഉണ്ടായിരുന്നു. വിശാഖപട്ടണത്തെ മലയാളികളായ സുഹൃത്തുക്കളും കൈരളിയുടെ അംഗങ്ങളും കുടുംബാംഗങ്ങളും ഈ പരിപാടിയിൽ ഒത്തൊരുമയോടെ പങ്കെടുക്കുകയുണ്ടായി. പുതുവർഷം 2025 എല്ലാവർക്കും ഐശ്വര്യവും സന്തോഷവും നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതിമനോഹരമായ ഈ വീഡിയോ നമുക്ക് തുടർന്ന് കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമഭാവനയുടെയും സന്ദേശം ഉണർത്തുന്ന പുണ്യദിനം ക്രിസ്മസ് ദിനം. പുണ്യയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുന്നു. സ്നേഹം മണ്ണിൽ മനുഷ്യനായി പിറന്നതിന്റെ ഓർമ്മയ്ക്കായി നാടെങ്ങും ആഘോഷത്തിരികൾ തെളിയുന്ന ഈ വേളയിൽ മനസ്സിൽ സ്നേഹത്തിന്റെ പുൽക്കൂട് തീർക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ചൊവ്വാഴ്ച റെയിൽവേ സ്റ്റേഷൻ ഉപദേശക സമിതി അംഗം മിസ്റ്റർ ശശിധരൻ പിള്ള അവരെ വേദിയിലോട്ട് സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ആന്ധ്രാപ്രദേശ് യൂണിറ്റ് പ്രസിഡന്റ് എസ് ടി വിജയകുമാർ അവരെ വേദിയിലോട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ലോക കേരള സഭ മെമ്പറും ഏക പ്രസിഡന്റും ആന്ധ്രാപ്രദേശ് പ്രസിഡന്റുമായ മിസ്റ്റർ എൻ എം പിള്ള അവരെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. മുഖ്യ അതിഥിയായി എത്തിച്ചേർന്ന റവറൻഡ് ഫാദർ ജിബിൻ അവരെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ നാരായണ ഗുരു ദർശനവേദി പ്രസിഡന്റ് പി ജി മോഹൻകുമാർ അവരെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. NSS വൈശാഖ് പ്രസിഡന്റ് ശ്രീമാൻ സത്യനാരായണ പിള്ള അവരെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഹരികുമാർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. രാജവാക്ക അയ്യപ്പ സേവാ സംഘം പ്രസിഡന്റ് എം മുരളി മോഹൻ അവരെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പായി നിലവിളക്ക് തെളിയിക്കാൻ എല്ലാ അതിഥികളെയും ക്ഷണിച്ചുകൊള്ളുന്നു. പ്രാർത്ഥനാഗീതം ആലപിക്കുവാനായി ശ്രീമതി ഗീത എസ് പിള്ളയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രാർത്ഥനാഗീതം ആലപിക്കുവാനായി ശ്രീമതി ഗീത എസ് പിള്ളയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കൈരളി കലാദേവതേ കൈവല്യ
മണിചിഞ്ചിതനാദം നോപുരധ്വനികളാൽ മുഖരിതമാകട്ടെ നിന്നരങ്ങും ആരാമവും കർണികാരത്തിൻ നാട്ടിൽ കേരവൃക്ഷത്തിൻ മേട്ടിൽ നിന്നവർ വന്നിതല്ലോ നിന്നുടെ പ്രീതിക്കായി നൽകുകയെന്നും നിന്റെ കനിവിന്റെ പാലാഴി നീ സർവകലാവല്ലഭേ സൗഭാഗ്യകുസുമമേ നിൻ തിരുനാമം പുകൾ വെറ്റിടട്ടെ നിൻ കൊടിക്കൂറ പാറിടട്ടെ കാലാന്തരങ്ങളാ നമിക്കും നിതാ നിൻ പാദപത്മങ്ങളിലെന്നും അഞ്ജലി ബദ്ധരായി നമ്രശിരസ്കരായി അഞ്ജലി ബദ്ധരായി നമ്രശിരസ്കരായി. നമ്മുടെ ഇന്നത്തെ കാര്യപരിപാടികളുടെ നിയന്ത്രണം നമ്മുടെ അധ്യക്ഷനായ പ്രസിഡന്റ് ബിജു PS അവർക്ക് കൈമാറുകയാണ്. ക്ഷണം സ്വീകരിച്ചിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരും അതുപോലെ മുഖത്തന്മാര് കൊച്ചനുജന്മാര് എല്ലാവർക്കും എന്റെ നമസ്കാരം. ആദ്യം തന്നെ ഒരു ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഒരു ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും നേരുന്നു. നമ്മള് പെട്ടെന്നാണ് ഈ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തത്. ഇനി നമ്മുടെ അച്ഛന്റെ ഒരു ക്രിസ്മസ് സന്ദേശത്തിനും അതുപോലെ തന്നെ അച്ഛൻ്റെ നമുക്കെല്ലാവർക്കും ഈ ഒരു സായം സന്ധ്യ അച്ഛൻ്റെ ഒരു ബ്ലെസ്സിങ് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഏറ്റവും വിനീതമായി ഞാൻ അച്ഛനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൈരളിയുടെ ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിക്കുകയും മുഖ്യ സന്ദേശം നൽകണം എന്ന് പറയുകയും ചെയ്തപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ വലിയ സന്ദേശങ്ങളൊന്നും കൊടുക്കാറില്ല. ചെറിയ വീട്ടിൽ തിരിച്ചു പോകുമ്പോൾ നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും ഭവനങ്ങളിലേക്ക് തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകുവാൻ കഴിയുന്നതായ ഒന്ന് ചിന്തകൾ മാത്രം എന്നും ഞാൻ നൽകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഒരു ക്രിസ്മസും ഒരു പുതുവത്സരവും വീണ്ടും വന്നണഞ്ഞിരിക്കുകയാണ്. ഞാൻ നിങ്ങളുമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ചില വിചിന്തനങ്ങളും ചിന്തകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ഒരു പിറവിയുടെ തുടക്കമാണ്, ഒരു പിറവിയാണ്, ബർത്ത്. അപ്പോൾ അതിൽ നിന്നും ഒരു നന്മയും ജീവിതത്തിൽ ഉണ്ടാകും. ആത്മീക ജീവിതത്തിന്റെ മൂല്യങ്ങളെ ദൈവജനത്തിനോട് ചേർന്ന് നിന്ന് ദൈവമൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അത് ഏത് സംഘത്തിലാണെങ്കിലും ഏത് സമൂഹത്തിലാണെങ്കിലും അവിടെ ദൈവത്തിന്റെ ആ നന്മകൾ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പകർന്നു നൽകുവാൻ തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പോലെ ആയിത്തീരുവാനുള്ള ഒരു ഉദാഹരണമാണ്. ആ ഒരു ഉദാഹരണത്തോടുകൂടി ജനനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് വീണ്ടും നമ്മെ തന്നെ പുതിയ മനുഷ്യനായി ജനിക്കുവാൻ തക്കോണമുള്ള ആഹ്വാനമാണ്. പുതുവത്സരത്തിലേക്ക് കൂടി കടക്കുകയാണ്. പുതിയ പ്രതീക്ഷകൾ, പുതിയ റെസല്യൂഷൻസ് ഒക്കെ നമ്മൾ എടുത്തു കാണുമല്ലോ. ഓൾറെഡി 2025 ഷുഡ് ബി എ ഗ്രേറ്റ് ഇയർ എന്നൊക്കെ വിചാരിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്ത് നാം മുൻപോട്ട് നീങ്ങാൻ നേരം എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. വരുന്നുണ്ട്.
to cut the cake. A big round of applause, dear. Dears, all the guests. A big round of applause. Jingle bells. Oh, what fun it is to ride on a open sleigh. Jingle bells, jingle all the way. Oh, what fun it is to ride on a open sleigh. Oh, what fun it is to ride in a one-horse open sleigh. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse. To hand over the memento, please take our token of love, Father. I request Secretary also to put her hand to drape the shawl. Thank you, Father. Big round of applause. Thank you, Father. I request all the dignitaries to be seated. As you all know, Father has a Mr. S.G. Vijay Kumar Sir, President of World Malayali Council of Andhra Pradesh, to give his valuable message. മെമ്പേഴ്സ്, ഫാമിലി, എല്ലാവർക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങളെ പ്രധാനമന്ത്രി സംസാരിക്കുന്നത് വേദനാളി കൗൺസിലിന്റെ AP പ്രൊവിൻസിന്റെ പ്രസിഡന്റ് എന്ന നിലയിലാണ്. ഒരു 2 വാക്ക് ഞാൻ അത് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ്. വേൾഡ് മലയാളി കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ മുൻകാലങ്ങളിൽ മാതിരിയല്ല. ഇന്ന് നമ്മുടെ ഇന്ത്യയിലുള്ള പുതുതലമുറ നമ്മുടെ സ്വന്തം ദേശം വിട്ട വിദേശങ്ങളിൽ ജോലിയെടുക്കാനും പഠിക്കാനും പോകുന്ന സാഹചര്യം. ലോകത്ത് ഏത് ഭാഗത്ത് ചെന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ ഫേസ് ചെയ്യാൻ വേണ്ടി എവിടെയെങ്കിലും ഒരു നമുക്കൊരു സഹായം വേണമെന്നുണ്ടെങ്കിൽ അപ്രോച്ച് ചെയ്യാനുള്ളൊരു ഇത് ഹെൽപ്പിംഗ് ആണ്. ഹെൽപ്പിങ്ങിന്റെ ഒരു പോയിന്റ് അവിടെ ഉണ്ടായിരിക്കും. എക്സാമ്പിൾ നമ്മുടെ ആന്ധ്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്ധ്രയുടെ ഒരു സംഘടന, ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ ആന്ധ്രയുടെ ഒരു സംഘടനയുണ്ട്. ആന്ധ്രയുടെ നമ്മുടെ പ്രസിഡന്റുണ്ട്. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ ഓൾ ഇന്ത്യ ലെവലിലുണ്ട്. വേൾഡ് മലയാളി കൗൺസിൽ എന്ന് പറഞ്ഞാൽ ത്രോട്ട് വേൾഡിലുള്ള, അതായത് US, ഓസ്ട്രേലിയ, ഗൾഫ് കൺട്രീസ്, UK. നമ്മുടെ സീനിയർ അഡ്വൈസറാണ്. ശശാനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാലാകാലങ്ങളായിട്ട് നമ്മുടെ കേരളത്തിലെ ഒരു സജീവ പ്രവർത്തകനാണ്. അതുപോലെ തന്നെ പല പ്രാവശ്യം പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച വ്യക്തിയും, പിന്നെ BJPയുടെ ഒരു സജീവ പ്രവർത്തകനും ഒരുപാട് ഉത്തരവാദിത്തങ്ങളും റെയിൽവേയിലുണ്ട് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം നമുക്ക് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കേരളത്തിൽ ഒരുപാട് നൽകുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു 2 വാക്ക് സന്ദർശനത്തിന് വേണ്ടി സന്ദർശനത്തിന് വേണ്ടി ഞാൻ സ്നേഹത്തോടെ സ്വാഗതം. ഒരു ദൈവം, ഒരു ജാതി എന്ന് പറയുമ്പോൾ മനുഷ്യർ, നമ്മൾ മനുഷ്യർ. ഒരു മതം, മനുഷ്യമതം. മതം എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം കൂടെ ഉണ്ട്. മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം. പല
അഭിപ്രായം. അപ്പം ഒരു മതം ഒരു ദൈവം, ആ ജഗദീശന് എല്ലാ മതങ്ങളിലും പല പല ദൈവങ്ങളുണ്ടെങ്കിലും ഈ ലോകത്തിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു ദൈവമാണ്. അതാണ് ഈ ജഗദീശ്വരൻ എന്ന് നമ്മൾ പറയാറുള്ളത്. ആ ജഗദീശ്വരൻ അതുകൊണ്ടാണ് സാധാരണ ഹിന്ദുക്കളുടെ അമ്പലങ്ങളിൽ പൂജ ചെയ്യുമ്പോൾ അത്താഴ പൂജയ്ക്ക് ശേഷം ലോക സമസ്ത സുഖനോ ഭവന്തു എന്ന് പൂജാരി പൂജിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള സമസ്ത ലോകത്തുള്ള എല്ലാവരും സൗഖ്യമായിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കാറ്. അതെ, നമ്മുടെ ഭാരത സംസ്കാരം അനുസരിച്ചിട്ട് വസുദേവ കുടുംബങ്ങൾ, ഈ ലോകം മൊത്തത്തിലൊരു കുടുംബമാണ്. നമസ്കാരം. ഈ സാഹചര്യത്തിൽ ഇങ്ങനൊരു പുസ്തകം വളരെ അത്യാവശ്യമായിരുന്നു. കാരണം അദ്ദേഹം ഓരോ കാര്യങ്ങളും ഇവിടെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങൾ തന്നെ ഓരോരുത്തർ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഓരോ സംഘടനകളിലും ഒരു തലപ്പത്തിരുന്ന് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. അദ്ദേഹം പ്രസിഡന്റ്, സെക്രട്ടറി എല്ലാവരും നമ്മളെല്ലാം പെട്ടെന്ന് പറഞ്ഞ് ഷോക്കറിൽ വരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് നന്ദി. അടുത്തത് നമ്മുടെ ബഹുമാനപ്പെട്ട മോഹൻകുമാർ സാറിനെ ഞാൻ വേദിയായിട്ട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ന്യൂ ഇയർ, ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷിക്കുന്നു. അപ്പോ ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും ഒരു നല്ല ക്രിസ്മസും ന്യൂ ഇയറും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് രണ്ട് വാക്കുകൾ പറയാം. ഞാനൊരു കവിത ചൊല്ലാൻ ആഗ്രഹിക്കുകയാണ്. ആ കവിത ചൊല്ലിയിട്ട് എഴുതിയ ആളിനെ കുറിച്ചാണ് രണ്ട് വാക്കുകൾ. ഒന്നായ മാനവർ പറ്റ നീതി, ഈ മണ്ണ് നമ്മുടെ ആകെ ഭൂമി, ഒന്നായി പണിയെടുക്കുന്ന ഉണ്ണണം നാം എല്ലാവരും കോമനകൾ. ഇത് എഴുതിയത് നിത്യചൈതന്യ ഗുരു എന്നൊരു മഹാഗുരു നമ്മുടെ കേരളത്തിൽ നമ്മുടെ വിജയകുമാർ സാറിന്റെ അയലോക്കക്കാരനായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം 200-ൽ പരം പുസ്തകങ്ങളാണ് എഴുതിയിട്ടുള്ളത്. അത് അദ്ദേഹം കൈവക്കാത്ത മേഖലകളില്ല. വിവിധ ഭാരതത്തിൽ ലോകത്തിലുള്ള വിവിധ മേഖലയിലുള്ള പുസ്തകങ്ങൾ, വളരെ ഗംഭീരമായ പുസ്തകങ്ങൾ, ലോക നിലവാരമുള്ള പുസ്തകങ്ങൾ എഴുതിയ ഒരു മഹാഗുരുവായിരുന്നു ശ്രീ നിത്യചൈതന്യ. കുഞ്ഞുങ്ങളെ ഈ ഗീത പഠിപ്പിക്കുകയും അവരെ നല്ല ഇവിടെ ധാരാളം കുഞ്ഞുങ്ങളെ കാണുന്നു. ഒരവസരം മനസ്സിലായിക്കൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു 2025 നല്ലൊരു നല്ലൊരു ശുഭം ആയിട്ടുള്ള മംഗളകരമായിട്ടുള്ളൊരു വർഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സാറ് ഒരുപാട് വായിക്കുന്നയാളാണ്. അതിലുപരി ശ്രീനാരായണഗുരു ദേവന്റെ പാതകൾ തുടർന്ന് മുന്നോട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ്. ഇതിലൊക്കെ സന്തോഷം. കേരളീയാസ് ക്ലബ് നമ്മളെപ്പോഴും എന്ത് കാര്യം പറഞ്ഞാലും ഒരു ഏട്ടനെ പോലെ വിളിച്ച ഉടനെ ഒരു മടിയും കൂടാതെ ഓടി വരികയും സഹകരിക്കുകയും ചെയ്യുന്നു. പിന്നെ സാറ് എന്റെ വൈഫിന്റെ അച്ഛനുമായിട്ടൊക്കെ ചെറിയ ബന്ധങ്ങളുണ്ട്. അതൊക്കെ ഞങ്ങൾ ഈടെയാണാറുണ്ട്. എന്നാലും സാർ ഒരുപാട് നന്ദി. അടുത്തത് നമ്മുടെ ബഹുമാനപ്പെട്ട ഈ ബന്ധവ സംഘം പ്രസിഡന്റ് ഉഷ മുരളി സാറിനെ സംസാരിക്കുന്നു. നമസ്കാരം. ഭീഷണാദികൾ എല്ലാവർക്കും എന്റെ നമസ്കാരം. അപ്പോൾ അതേപോലെ തന്നെ സഭയിലിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും എന്റെ പ്രിയമായ നമസ്കാരം. ഒരു പുതുവർഷത്തെ പറ്റിയും ക്രിസ്മസ് ആശംസയെ പറ്റിയും പറയാനാണ് ഇവിടെ എല്ലാം തലവനം ചെയ്യുന്നതാണ്. എനിക്ക് മുമ്പ് പറഞ്ഞത് അതിനെപ്പറ്റി എല്ലാം വിശദമായി കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ക്രിസ്മസ് ആൻഡ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാർത്ത ചെയ്യും. അടുത്തത് മുംബൈ
ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു ചാരിറ്റി, നമുക്ക് എന്തൊരു പ്രശ്നം വന്നാലും ഏത് നേരത്തും ഏത് 12 മണിക്കും നമുക്ക് ആ വ്യക്തിയെ ഫോൺ ചെയ്യാം, അതിനുള്ള സൊല്യൂഷൻ അദ്ദേഹം പറഞ്ഞു തരും. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ. അദ്ദേഹത്തിന്റെ ഹെൽത്ത് വളരെ മോശമാണ്. ഇപ്പോൾ വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ തന്നെയും നമ്മൾ വിളിച്ചപ്പോൾ ഇന്നും 7 മണി വരെ വേറെ എവിടെയോ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സാറ് ശ്രീമതിയുമായിട്ട് മാഡം താങ്ക് യു, ഇത്രയും പെട്ടെന്ന് അതും മധുരവാടയിൽ നിന്നൊക്കെയാണ് വണ്ടി പിടിച്ചു വന്നിരിക്കുന്നത്. അപ്പം സ്നേഹത്തോടെ ഞാൻ ഏട്ടന് തുല്യം സ്നേഹിക്കുന്ന മിസ്റ്റർ ഡോക്ടർ ജോസിനെ സ്നേഹത്തോടെ ആരംഭിച്ചിരിക്കുന്ന വിശിഷ്ടാതിയുടെ സദസ്സിലുള്ള എന്റെ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും ആദ്യമായി തന്നെ ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ശുഭാകാംക്ഷകൾ. ആദ്യമായി തന്നെ ടീമിനെ അഭിനന്ദിക്കുന്നു. കാരണം കൈരളി ആർട്ട് ക്ലബിന്റെ ഒരു പ്രോഗ്രാമിന് ആദ്യമായി എന്റെ വ്യക്തിത്വത്തിലാണ് ഞാൻ വരികയാണ്. ഇതും ഉണ്ണികൃഷ്ണനും ആ ടീമിനാണ് വേണ്ടി പോയി എന്റെ വൈഫിനെ മോട്ടിവേറ്റ് ചെയ്തു. ഞാൻ വരികയില്ല. സെക്കൻഡ്ലി, കൈരളി ആർട്ട് ക്ലബിലെ ഞാനൊരു നവജാത ശിശുവാണ്. അധികം മാസമായിട്ടില്ല. ഒരു പ്രത്യേക എടുത്തു പറയുന്ന ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, കുറെ ഉറുമ്പുകൾ കൂടി വലിയൊരു കാണാത്തതിന്റെ ബ്ലോക്ക് എടുത്തോണ്ട് പോകും. ഭയങ്കര വീട്ടിലുള്ള സാധനമാണ്. അവിടെ പണത്തിന് പ്രസക്തിയില്ല. പരിശ്രമം, ഇവിടുത്തെ കൂട്ടായ്മ, കൈരളി ആർട്ട് ക്ലബിന്റെ കൂട്ടായ്മ, എല്ലാവരും കൂടെ നടത്തുന്ന പരിപാടി പണത്തെ പ്രവർത്തിച്ചു. മൂന്നാമത് എന്നെ പല വിധത്തിലും ഇവിടെ ചിത്രീകരിച്ചു. ഞാൻ എന്റെ സ്വന്തമായിട്ടുള്ള ചിത്രം ക്രിസ്മസ് ഓർക്കുമ്പോൾ നിശ്ചയമായിട്ടില്ല, ഇതൊരു ഹ്യൂമൻ ബീങ് ആയിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്ന, ഓർക്കാൻ പറ്റുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, എളിമ. ദൈവം മനുഷ്യനായി മനുഷ്യരൂപമെടുത്ത് ഭൂമിയിലേക്ക് വന്നു. രാജ്യത്തോട്ടിൽ ജനിച്ചു. ഏറ്റവും നിജമായ ശിക്ഷോടേക്ക് കുരിശിൽ മരിച്ചു. ഇതിൽ നിന്ന് പോലെ മനസ്സിലാകും. മോർ വി ഗിവ്, ക്രിസ്തുമസിന്റെ വേറെ കാരണം കൊടുക്കുക എന്നുള്ളതാണ്. കൊടുത്തുകൊണ്ടേയിരിക്കുക. ജീസസ് ക്രൈസ്റ്റ് സ്വന്തം ജീവിതം കൊടുത്തു. മഹാത്മാഗാന്ധി സ്വന്തം ജീവൻ കൊടുത്തു. മദർ തെരേസ അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് പങ്കുവച്ചു. കൊടുക്കുന്ന സന്ദേശമാണ് ഒരിക്കൽ കൂടി ഞാനിവിടെ ട്രെയിനിലേക്ക് അവരുടെ അർത്ഥമൊന്നുമില്ല. ആൾക്കാരും പ്രസിദ്ധ സെക്രട്ടറിയുണ്ട്. എന്നാലും എനിക്ക് ഇതുപോലൊരു അവസരം തന്ന എല്ലാ ഭാര്യമാർക്കും എന്റെ പ്രത്യേകം നന്ദി. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്നവർക്ക് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്, എല്ലാം ഇഷ്ടമാക്കി നമസ്കാരം. നമസ്കരിക്കുന്ന എല്ലാ ബഹുമാനമായ നമ്മൾ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കും. നമ്മുടെ സ്നേഹത്തിന്റെയും വഴികാട്ടിയായിട്ടാണ് ക്രിസ്മസിനെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ അതിഥികൾക്ക് ഒരു നന്ദി അറിയിക്കുന്നതിന് മുന്നായി നമ്മുടെ അതിഥികൾക്ക് കൈരളിയുടെ വക ഒരു സ്നേഹോപകാരം നൽകുന്നതിനായി പ്രസിഡന്റ് ബിജു പി എസ് അവരെ ക്ഷണിക്കുന്നു. ദേശ ഉപദേശ സമിതി അംഗം മിസ്റ്റർ ശശിധരൻ പിള്ള അവർക്ക് ഉപകാരം നൽകുന്നതിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മേഘ മലയാളി കൗൺസിൽ ആന്ധ്രാപ്രദേശ് പ്രസിഡന്റ് എസ് എ വിജയകുമാർ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു.
ലോകസഭാ മെമ്പറും എയ്മ പ്രസിഡന്റുമായ എൻ.എം. പിള്ള അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ നാരായണ ഗുരു ദർശനവേദി പ്രസിഡന്റ് പി.ജി. മോഹൻകുമാർ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. NSS സെക്രട്ടറി മിസ്റ്റർ ഹരികുമാർ അവരെ സെക്രട്ടറി ക്ഷണിച്ചുകൊള്ളുന്നു. അയ്യപ്പ സേവാ സംഘം പ്രസിഡന്റ് M.R. മുരളി മോഹനൻ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. സീനിയർ സിറ്റിസൺ വെൽഫെയർ അസോസിയേഷൻ സെക്രട്ടറിയും മറ്റൊരുപാട് സംഘടനകൾ പ്രമുഖമായ ഡോക്ടർ P.K. ജോസഫ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ അതിഥികൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് പ്രസിഡന്റിന്റെ അനുവാദത്തോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ യോഗം തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ കലാപരിപാടികളും വേദി പ്രോഗ്രാമുമായി മുന്നോട്ട് പോകാം. നമുക്ക് നമ്മുടെ ആഘോഷങ്ങൾ കലോത്സവമായി തന്നെ തുടങ്ങാം. അതിനായി ഞാൻ പ്രേസിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജോസ്ന ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ടീച്ചർക്കൊപ്പം ടീച്ചറിന്റെ ശിഷ്യരും വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ടീച്ചറിന്റെ ശിഷ്യരെല്ലാവരും വേദിയിലേക്ക് വരണമെന്ന് ക്ഷണിക്കുന്നു. ഇവരെ ആദരിക്കുന്നതിനായി പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും കൈയടിക്കാമെന്ന് അഭ്യർത്ഥിക്കുന്നു. Thank you, teacher. Thank you, President.
നമ്മുടെ വളരെ ബഹുമാനപ്പെട്ട ഗസ്റ്റായിരുന്നു കലാസഭയുടെ പ്രസിഡന്റ് മിസ്റ്റർ കുഞ്ഞിത്തൻ സാർ. അദ്ദേഹം നാട്ടിൽ നിന്ന് വന്നേ ഉള്ളൂ, കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. ക്രിസ്മസിന്റെ മെസ്സേജിനായിട്ട് അദ്ദേഹത്തിന് റിക്വസ്റ്റ് ചെയ്യുന്നു, 2 വാക്ക് സാർ പ്ലീസ്. ആക്ച്വലി ഇതൊരു ആവശ്യമില്ലാത്ത കാര്യമാണ്. ചടങ്ങിന് തീരുമാനമെടുത്ത് ചടങ്ങ് സമയത്ത് തുടങ്ങിപ്പോൾ താമസിച്ച് സാധിക്കുകയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എത്തുക എത്തിയതാണ്. എല്ലാവരും അറിയാം, കഴിഞ്ഞ ഒരു വർഷത്തെ ഒരുപാട് ഇതേമായിട്ടുള്ള ഓരോരോ വ്യക്തിത്വത്തിലും കൂട്ടായ്മകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് എനിക്ക് കണ്ടു പറഞ്ഞിട്ടുണ്ടാകും. എന്നിരുന്നാലും വരും വർഷങ്ങളിലുണ്ടായിരുന്ന നമുക്ക് ദുഃഖവും വേദനയും തരുന്ന അനുഭവങ്ങൾ വരും വർഷത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഒറ്റവാക്കി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അതിന് ആശംസ തരാനാണ് എനിക്കിഷ്ടം. എന്നാലും ഒരു പക്ഷേ നിങ്ങൾ ബിജുവിനോ അല്ലെങ്കിൽ സെക്രട്ടറിക്കൊക്കെ അറിയാവുന്ന അല്ലെങ്കിൽ ശശിയേട്ടൻ ഇത് പറയാവുന്ന വിഷയമായിരിക്കും. വരുന്ന വഴിക്ക് സമിതിയിൽ നിന്ന് കയറിയിരുന്നു. നമ്മുടെ MLA ശ്രീ പദ ശ്രീനിവാസ റാവു അവിടെ വെച്ച് കണ്ടു. യാദൃശ്യമായിട്ടാണ് കേരളീയ ക്ലബിനെ കുറിച്ചാണ് എന്നെടുത്ത് പറഞ്ഞത്. എന്നെടുത്ത് പറഞ്ഞു ഇതിനു വേണ്ടിയിട്ട് നല്ലൊരു സ്ഥലം എത്രയും പെട്ടെന്ന് അലോട്ട് ചെയ്യാനുള്ള തീരുമാനത്തിൽ ഞങ്ങൾ നീക്കുന്നത് ഒരു തുടക്കവും ഞാൻ അങ്ങോട്ട് ഇടാതെ ഇങ്ങോട്ട് വളർത്തിയതായിട്ട് അദ്ദേഹം പറഞ്ഞതാണ്. ഇതിന് മുമ്പോട്ടായിരുന്ന 300 സ്ക്വയർ യാർഡിന്റെ സ്ഥലത്തിന്റെ അതോടെ പെൻഡിംഗ് ഉണ്ടെങ്കിൽ 1000-ന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നീക്കം നടത്തുന്ന ഒരു സന്തോഷ വാർത്ത എടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി തീർച്ചയായിട്ടും ഇതിലൂടെ വരുമ്പോൾ വിജയുടെ രഹസ്യമായിട്ടെങ്കിലും പറഞ്ഞിട്ട് പോകണമെന്ന് വിചാരിച്ച ഒന്നാണ്. അത് ശുഭകരമായിട്ട് നടക്കട്ടെ എന്ന് ഈ ഒരു ഭൂരിപക്ഷത്തോട് കാലെടുക്കുന്ന അവസരത്തിൽ നിങ്ങൾക്ക് പറയുന്നു, നിങ്ങളോടായിട്ട് ഞങ്ങൾ അറിയിക്കുന്നു. പക്ഷെ അത് എത്രമാത്രം പ്രാവർത്തികമാകുമ്പോഴൊക്കെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന രേഖകളുടെയും അതിന്റെ ഫോളോ അപ്പിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും പ്രാവർത്തികമാകുക. ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. ഈ ക്ലബിനെ കുറിച്ചുള്ള ബോധ്യമുള്ള ആളാണെന്ന് എനിക്കറിയാം. അങ്ങനെ സന്തോഷം പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ അവസരത്തിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും നല്ല ആശംസയും നല്ലൊരു അറിയിപ്പും ഉണ്ടായിരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലതുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. Gracing the occasion with your presence. Once again, thank you so much, sir, for
Thank